الحمد لله الذي جعل الصلاة أنسا للقلوب والمؤمنين وراحة للأفئدة العابدين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ വചനം, നിങ്ങൾ നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിർവഹിക്കുക, അങ്ങനെ നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ള സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അവൻ്റെ വിധിവിലക്കുകളെ പാലിക്കുക, അവനിലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത്. ഈ വചനം സൂറത്തുൽ അൻആമിലെ ഈ ഉണർത്തൽ നമസ്കാരവും തഖ്വയും മരണവും മരണാനന്തരമുള്ള ജീവിതവും ഒക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഭൂമി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ പാവനമായ ഇടം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു മസ്ജിദിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമുഅ ദിവസം, അതിൻ്റെയൊക്കെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. പ്രത്യേക നമസ്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമസ്കാരം സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പുതിയതല്ല, ധാരാളമായി അനുഷ്ഠിച്ചു കഴിഞ്ഞതാണ്, പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അസ്വലാത്ത് എന്ന അതിൻ്റെ ഭാഷാർത്ഥം പ്രാർത്ഥന എന്നാണ്. ഇത്ര ലളിതമായ എന്നാൽ ഇത്ര മഹത്തരമായ അർത്ഥമുള്ള പേരുള്ള ഒരു സംഗതി വേറെ എന്താണ്? അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ആവർത്തന വിരസതയുണ്ടാവുന്നില്ല, മടുപ്പുണ്ടാവുന്നില്ല. കൂടുതൽ കൂടുതൽ അതിൻ്റെ ആവശ്യവും അതിൻ്റെ ആഴവും ആത്മാർത്ഥതയും വർദ്ധിക്കുകയാണ് ചെയ്യുക മനുഷ്യൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നമസ്കാരം എന്ന കർമ്മം അതർത്ഥമില്ലാതെ ആവർത്തിക്കുന്ന ഒരനുഷ്ഠാനമല്ല, ആചാരമല്ല. ഓരോ നമസ്കാരവും പുതിയതാണ്, പുതിയ പ്രതിജ്ഞയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് തന്നെ അർത്ഥവത്തായ, ഉള്ളിൽ തട്ടുന്ന, എത്തേണ്ട ഇടങ്ങളിൽ എത്തുന്ന, സ്വീകാര്യമാവുന്ന കർമ്മമായി നമസ്കാരം മാറേണ്ടതുണ്ട്. അത്യുന്നതമായ ആത്മീയമായ ഉന്നത തലങ്ങളിൽ വെച്ച് ഇസ്രാവിൻ്റെ അത്ഭുത രാത്രിയിൽ മിഅ്റാജിൻ്റെ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, തൻ്റെ ശ്രേഷ്ഠ ദാസനായ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദിവസം 50 നേരം നമസ്കരിക്കണമെന്ന്. അത്രക്ക് ഏറ്റവും അത്യത്ഭുതകരമായ അമാനുഷമായ ആ സംഭവത്തിൽ മിഅ്റാജിൻ്റെ അവസരത്തിൽ അള്ളാഹു നൽകിയ സമ്മാനം, അത് പിന്നീട് 5 ചുരുക്കപ്പെട്ടു. യഹംസത്തുൻ വഹിയ ഖംസൂൻ, അത് 5 ചുരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം 5 തവണയാണ്. എന്നാൽ 50ൻ്റെ സ്ഥാനത്താണ്. നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തിൻ്റെ മഹത്വം അതറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനോട് മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്,
ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കാൻ, മറന്നു പോവാതിരിക്കാൻ, നിനക്ക് ശുക്റുള്ളവനാവാൻ, നിനക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും നല്ല മട്ടത്തിൽ ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ. നമസ്കാരം എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോരാ. അതിൻ്റെ ആദ്യാവസാനം, അതിനുള്ള ഒരുക്കം പോലും എന്തുമാത്രം ശ്രദ്ധേയമായ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു കാണിച്ചിട്ടുള്ളത്. എത്രത്തോളം നമസ്കാരത്തിൻ്റെ മഹത്വം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന ഒരു കാര്യം, ഇസ്ലാമിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് നമസ്കാരം. ഒരു മനുഷ്യൻ്റെ, സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ മരണാനന്തര വിചാരണയുടെ വേളയിൽ അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച കർമ്മങ്ങളിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്, വിലയിരുത്തുന്നത്, കണക്കെടുക്കുന്നത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തു. തൻ്റെ കർമ്മങ്ങളിൽ എന്തെല്ലാം അതിനേക്കാൾ വലുതായി തോന്നാമെങ്കിലും നമസ്കാരം അത്ര ലളിതമായും പതിവായും പലപ്പോഴും ഗൗരവം ഒരിക്കലും കൊടുക്കാതെയും ഒക്കെ ചെയ്തു പോയിട്ടുണ്ടാവാം. ആ നമസ്കാരമാണ് ആദ്യമായി വിചാരണക്ക് എടുക്കുന്നത്. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജ. ആ നമസ്കാരത്തിൻ്റെ പരിശോധനയിൽ ഒരാളുടെ ജീവിതത്തിൽ അവൾ നിർവഹിച്ചു തീർത്തിട്ടുള്ള അനുഷ്ഠിച്ച നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അയാൾ വിജയിച്ചാൽ മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റെല്ലാ ചോദ്യത്തിലും അയാൾ ജയിച്ചു, ആ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു എന്നാണ്. വൈൻ ഫസദത് ഫഖദ് ഖാബ വഖസറ. എന്നാൽ നമസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ, അയാളുടെ നമസ്കാരത്തെ കുറിച്ചുള്ള വിചാരണയിൽ തോറ്റുപോയാൽ ആകെ പൊളിഞ്ഞത് തന്നെ, തകർന്നത് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും നിർബന്ധമായ നമസ്കാരത്തിൽ കുറവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയും, നിർബന്ധമല്ലാത്ത ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളോ നിർവഹിച്ചിട്ടുണ്ടോ ഈ കുറവ് നികത്താൻ എന്ന് നോക്കാൻ വേണ്ടി പറയും. അവിടെയും പരിഹാരമായി വരുന്നത് നമസ്കാരം തന്നെയാണ്. നമസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുന്നതല്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കം മാത്രമല്ല, എൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ് നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറയും, അരിഹ്നായ ബിലാൽ ബിസ്സലാത്ത്. ബിലാലെ ഇഖാമത്ത് കൊടുക്കുക, ഒന്ന് ആസ്വദിക്കട്ടെ. അതിനു വേണ്ടിയാണ് നമസ്കാരം തുടങ്ങാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു അത്. അതുപോലെ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ബാങ്ക് കേട്ടാൽ, എന്ത് കാര്യത്തിലാണ് എങ്കിലും, ആരോടൊപ്പമാണെങ്കിലും, എന്തൊക്കെ ഗൗരവമുള്ള വിഷയത്തിലാണെങ്കിലും ഉടനെ ചാടിപ്പുറപ്പെടുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ വേണ്ടി മറ്റെല്ലാം മാറ്റി നിർത്തിയിട്ട് തയ്യാറാവും. നമസ്കാരം അത്രക്ക് ശ്രേഷ്ഠമാണ് ആ കർമ്മം. ബാങ്ക് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് അങ്ങനെയായിരുന്നു. എത്രത്തോളം കണ്ണിന് കാഴ്ചയില്ലാത്ത സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു, അള്ളാഹിൻ്റെ പ്രവാചകരെ, എനിക്ക് കാഴ്ചയില്ലല്ലോ, കൂടെ വരാൻ പലപ്പോഴും ആളുണ്ടാവില്ല, ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ? ഓ മതി എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. ആ ആശ്വാസത്തിൽ അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, തസ്മഉൽ അദാൻ അന്നിദ, നിസ്കാരത്തിനുള്ള വിളി കേൾക്കലുണ്ടോ എന്ന് ചോദിച്ചു. ബാങ്ക്, ആ ഞാൻ കേൾക്കാറുണ്ട്. ഫഅജിബ്, വിളി കേൾക്കുന്നുണ്ടെങ്കിൽ ആ വിളിൻ്റെ ഉത്തരം ചെയ്യണം. കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, അത് ജമാഅത്തായി നിർവഹിക്കുന്നതിൻ്റെ, പള്ളിയിൽ നിർവഹിക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ നിർബന്ധമായ അവസ്ഥ, അതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കം, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവിൻ്റെ വിളിയാണ്. എല്ലാ പള്ളിയുടെ അടുത്തും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുക, ഉള്ളതിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായത്
നല്ല വസ്ത്രവും സുഗന്ധദ്രവ്യവും ഒക്കെ ഉപയോഗിക്കുക എന്ന്. അത് എന്തിനാ പള്ളിയിൽ വരുന്നത്? ഉത്സവങ്ങളും ആഘോഷങ്ങളുമല്ല, ഏറ്റവും മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച് പറയുകയാണ്. അതിനുവേണ്ടി ശുദ്ധി ചെയ്യണം, വുളു എടുക്കണം. കയ്യും കാലും കഴുകുക എന്നതല്ല, മറിച്ച് വളരെ ആത്മീയമായ ബോധത്തോടു കൂടി നിർവഹിക്കുന്ന ഒരു ശുദ്ധീകരണമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധീകരണമാണ്. വുളു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ. അകവും പുറവും ശുദ്ധമാകുന്ന ഒരു കർമ്മമാണ് വുളു. ഷഹാദത്ത് കലിമ ചൊല്ലിയതിന് ശേഷം, പടച്ചവനെ, എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധനായ തൗബ ചെയ്തവനായി എന്നെ നീ സ്വീകരിക്കണമേ. എല്ലാ അഴുക്കുകളിൽ നിന്നും ശുദ്ധി ചെയ്ത വിശുദ്ധനായി എന്നെ നീ സ്വീകരിക്കണമേ. വസ്ത്രവും ശരീരവും നമസ്കരിക്കുന്ന ഇടവും എല്ലാം ശുദ്ധമായിരിക്കണം. അകവും പുറവും ശുദ്ധമാകുന്ന ഒരു കർമ്മം. വുളു എടുത്തു കഴിയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജു മിൻ തഹ്തി അൽഖ്വാരി. അവൻ്റെ വുളു എടുത്ത് വുളുവിൻ്റെ വെള്ളം അതിലൂടെ പാപങ്ങളെല്ലാം ഇറ്റി ഇറ്റി പുറത്തേക്ക് പോകും. തൻ്റെ വിരലിൻ്റെ അറ്റത്ത് നഖത്തിൻ്റെ അടുത്ത് താഴെ കൂടി അവസാനമായി വെള്ളത്തിൻ്റെ തുള്ളികൾ ഉറ്റിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ അവസ്ഥ. അതിനെന്ത് വേണം? അതൊരു മഹത്തായ കർമ്മമാണ് എന്നുള്ള ബോധത്തോടുകൂടി, ആ നെയ്യത്തോടുകൂടി, ആ പ്രാർത്ഥനയോടുകൂടി അത് നിർവഹിക്കാൻ സാധിക്കണം. നമസ്കാരത്തിൻ്റെ ഒരുക്കം പോലും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ആണ് നമസ്കാരത്തിൻ്റെ ആരംഭം. ഇഹ്റാം സാധാരണ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇഹ്റാം എല്ലാം ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റെല്ലാം മാറ്റി നിർത്തി, ആരോടും സംസാരിക്കാൻ പാടില്ല, തിന്നാനും കുടിക്കാനും പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, പ്രത്യേക അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി സൃഷ്ടാവിൻ്റെ മുന്നിൽ നേർക്കുനേരെ നടത്തുന്ന പ്രാർത്ഥനയും സംഭാഷണവുമാണ് മുനാജാത്തുൻ ബൈനൽ അബ്ദി വ റബ്ബിഹി. ഒരു മനുഷ്യൻ തൻ്റെ നാഥനുമായി നടത്തുന്ന ഏറ്റവും അടുത്ത് നേർക്കുനേരെയുള്ള സംഭാഷണമാണ്, പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി വന്നു നിൽക്കുകയാണ്. ഇങ്ങനെ കൈയുയർത്തി മലർത്തിപ്പിടിച്ച് മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ആ രംഗം, അവൻ്റെ മനസാന്നിധ്യം അള്ളാഹുവിൻ്റെ മുന്നിൽ അവനെ കൊണ്ടുവന്നെത്തിക്കണം. എല്ലാം പറയിപ്പിക്കണം, എല്ലാം സമ്മതിക്കണം, വേണ്ടതെല്ലാം ചോദിക്കണം. അതിനൊക്കെയുള്ള ഇടമാണ് നമസ്കാരം. അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അള്ളാഹു അക്ബർ, അതാണ് തുടക്കം. അള്ളാഹുവാണ് ഏറ്റവും മഹാൻ. ജീവിതത്തിൻ്റെ എല്ലാ സകല മേഖലകളിലും അള്ളാഹുവിനേക്കാൾ വലിയ, അവൻ്റെ ഇഷ്ടത്തേക്കാൾ വലിയൊരു ഇഷ്ടം, അവൻ്റെ താല്പര്യത്തെക്കാൾ വലിയ താല്പര്യം, അവൻ്റെ കൽപ്പനയേക്കാൾ വലിയൊരു കൽപ്പന, അവൻ വിലക്കിയതിനേക്കാൾ വലിയൊരു വിലക്ക് ഒന്നും ദുനിയാവിലെ ജീവിതത്തിൽ എവിടെയും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു അക്ബർ. എത്ര വട്ടമാണ് അത് ആവർത്തിക്കുന്നത്? ബാങ്ക് കേട്ടാൽ അതേ വാക്കുകൾ, വചനങ്ങൾ നമ്മൾ ആവർത്തിക്കണം. ഏറ്റേറ്റു പറയുകയാണ്, പ്രതിജ്ഞയാണ്, അള്ളാഹുവിനേക്കാൾ വലിയവൻ ആരും എനിക്കില്ല എന്ന്. അങ്ങനെയുള്ള അർത്ഥവത്തായ വചനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, കർമ്മങ്ങളിലൂടെ, നമസ്കാരത്തിലൂടെ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ മുന്നിലെ പ്രിയപ്പെട്ടവനായി, ഇഷ്ടപ്പെട്ടവനായി തീരുകയാണ്. അഖ്റബമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ദുആ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, സത്യവിശ്വാസി, തൻ്റെ നാഥനുമായി, രക്ഷിതാവുമായി ഏറ്റവും അടുത്ത് എത്തി നിൽക്കുന്ന സമയം അവൻ സുജൂദിലാവുമ്പോഴാണ്. എൻ്റെ എല്ലാമായ അഭിമാനത്തിൻ്റെ അടയാളമായ തൻ്റെ മുഖം, തൻ്റെ നെറ്റിത്തടം മറ്റാരുടെ മുന്നിലും കുനിക്കാത്ത, തല കുനിക്കാത്ത അവൻ തൻ്റെ മുഖം കൊണ്ടുപോയി തറയിൽ നിലത്ത് വെക്കുകയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ. അതാണ് അവൻ തൻ്റെ നാഥനുമായി വിനയത്തിൻ്റെ, താഴ്മയുടെ അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം. ഫഅക്സിറു ദുആ, നിങ്ങൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അന്നേരം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. സുജൂദിലെ പ്രത്യേക ദിക്റുകളും ഒക്കെയുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പ്രാർത്ഥനകളെല്ലാം സുജൂദിൽ വർദ്ധിപ്പിക്കാം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക റുകൂഇൽ,
സുബ്ഹാന റബ്ബിയൽ അലീം, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല. ഒരുപാട് ദിക്റുകളുണ്ട്, ധാരാളമായി നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരുപാട് വചനങ്ങൾ. അതെല്ലാം ആവർത്തിക്കാം. അതോടൊപ്പം സുജൂദിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. സൂറത്തുൽ ഫാത്തിഹ എത്ര വട്ടം ആവർത്തിക്കുന്നതാണ്. എന്നാൽ നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ വചനങ്ങൾ ഓരോന്ന് ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹു അവനോട് പ്രതികരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ഹമിദനി റബ്ബി, ഹമിദനി അബ്ദി, എൻ്റെ ദാസൻ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എൻ്റെ ദാസൻ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, പുകഴ്ത്തിയിരിക്കുന്നു എന്ന്. മാലിക് യൗമിദ്ദീൻ മജ്ജദനി അബ്ദി, വിചാരണ നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റുപറയുമ്പോൾ, പുകഴ്ത്തി പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ ഏകത്വത്തെയും എൻ്റെ എല്ലാ അതീശാധികാരത്തെയും അവൻ ഏറ്റുപറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കരാറാണ്, ഇടപാടാണ്. എന്നോട് മാത്രം തേടുന്നു, എന്നെ മാത്രം ആരാധിക്കുന്നു, എന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു. അത് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ള ഇടപാടാണ്. എന്താണോ അവൻ ചോദിച്ചത് അത് ഞാൻ അവന് കൊടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ അള്ളാഹു പറയാണ്, ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ. ഇവിടെ എൻ്റേതും അവൻ്റേതും എന്ന് പറയാതെ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ ദാസനുള്ളതാണ്. അവൻ എന്താണോ ചോദിച്ചത് അതെല്ലാം അവനുള്ളതാണ്, അവന് നൽകിയിരിക്കുന്നു. ഇങ്ങനെ നമസ്കാരത്തിൽ പറയുന്നതും ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും തേടുന്നതുമെല്ലാം അതിമഹത്തായ കാര്യമാണ്. അത് വെറുതെ ആവർത്തിക്കുന്ന ഒരു ആചാരമായി കരുതരുത്. നമസ്കാരം അർത്ഥവത്തായ, അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന, അതിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ടും ആത്മാർത്ഥമായും ബോധപൂർവവുമാണ് അത് നിർവഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇബാദല്ലാഹ് ഉസീകും സാനിയം വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഫാത്തിഹ ഓതി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ജമാഅത്തായിട്ട് ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമുക്കറിയുന്നതാണ് ഫാത്തിഹയിലെ എല്ലാ വചനങ്ങളും. അതിൻ്റെ അവസാനിക്കുന്നത് ആമീൻ ചൊല്ലിക്കൊണ്ടാണ്. ഇതൊക്കെ അറിയാം എന്ന് കരുതി തിരക്ക് കൂട്ടി വേഗം ചൊല്ലി തീർക്കരുത്. ഓരോരുത്തരും ചൊല്ലാൻ നിൽക്കുകയല്ല. ഫൈദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഅ ലഹു വഅൻസിത്. ഇമാമിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ അച്ചടക്കത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആ ഓത്ത് കേൾക്കുക. മത്സരിച്ചോതാൻ പാടില്ല. അവസാനം ആമീൻ ചൊല്ലുമ്പോൾ, പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ, ഈ പ്രാർത്ഥന ഒരുമിച്ചാവണം. നമുക്കറിയുന്ന കാര്യമാണ്, വേഗം ചൊല്ലി തീർക്കുകയല്ല. ഇമാമിൻ്റെ ആമീൻ കൂടെയാവണം, എല്ലാവരുടെ ആമീനും ഒരുമിച്ചാവണം. ആ പ്രാർത്ഥന അവസാനിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗം അത് മലക്കുകൾ ആമീൻ ചൊല്ലുന്നത് അപ്പോഴാണ്. മലക്കുകളുടെ പ്രാർത്ഥനയോടൊപ്പമാണ് എങ്കിൽ ഒരിക്കലും തടയപ്പെടാത്ത മലക്കുകളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേരും. അങ്ങനെയായിരിക്കണം നമസ്കാരത്തിന് ശേഷം ധൃതി കാണിക്കാതെ ഇമാമിൻ്റെ കൂടെയാണ് ആമീൻ ചൊല്ലേണ്ടത്. ഒരുപാട് നമസ്കാരത്തിൽ റുക്കൂയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ആരാണോ അള്ളാഹുവിനെ സ്തുതിച്ചത് അവരെ അവൻ കേട്ടിരിക്കുന്നു,
അവൻ അറിഞ്ഞിരിക്കുന്നു, അവൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ വചനം, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് തുടങ്ങുന്ന ദിക്ർ, പടച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവേ നിനക്കാണ് എല്ലാ സ്തുതിയും. ഇത് ഇങ്ങനെ പറയുമ്പോൾ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമസ്കാരത്തിലെ ആ വചനങ്ങൾ നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ അവന് മതി. വൃത്തിയിൽ പൂർത്തിയായി വുളുവെടുത്ത് വേണ്ട വിധത്തിൽ യഥാവിധം വുളുവെടുത്ത് കഴിഞ്ഞാൽ, അതുപോലെ ബാങ്കിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ട് അവന് വേണ്ടി ഏത് വാതിലിലൂടെ വേണമെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകും. അത്രയ്ക്ക് സ്വീകാര്യതയാണ്, അത്രയ്ക്ക് മഹത്തരമായ കർമ്മമാണ് അവൻ ചെയ്തിട്ടുള്ളത്. എത്ര നമസ്കാരക്കാരാണ് അവനെ നമസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ ഉശ്റു 10 മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുന്നുള്ളൂ. ബാക്കി നമസ്കാരം പല വിഹിതമായി വീതിച്ചാൽ അത് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ പലരുടെയും നമസ്കാരമാവുന്നില്ല. ചിലപ്പോൾ വളരെ ചെറിയൊരംശം മാത്രമേ അള്ളാഹുവിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം നഷ്ടമായി പോകുന്നു, പാഴായി പോകുന്നു. അപ്പോൾ നിയ്യത്തും അർത്ഥവും അതിൻ്റെ ഗൗരവമായ ബോധവും ഒക്കെ ഈ കർമ്മത്തിൽ കൂടെ ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയത്തോടെ താഴ്മയോടെ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് വന്നു നിൽക്കുന്ന നമസ്കാരം എന്ന കർമ്മം, അത് ഏറ്റവും മഹത്തായ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ, ഏത് സാധാരണക്കാരനും എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ഇസ്ലാം ഏറ്റവും മഹത്തായ കർമ്മമായി പഠിപ്പിച്ചിട്ടുള്ളത്. ആ കർമ്മം തെറ്റാതെ കൃത്യമായി ഇഖാമത്തു സലാത്ത് എന്ന ഖുർആൻ കൽപ്പിച്ചതുപോലെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമല്ല, പൂർണ്ണമായി ജമാഅത്തിൽ പങ്കെടുത്ത് പരമാവധി ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ, കാര്യങ്ങളിൽ വന്നുപോയ കുറവുകൾ, പിഴവുകളെല്ലാം റഹ്മാനായ തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന, അവൻ്റെ പക്കൽ സ്വീകാര്യമാകുന്ന രൂപത്തിൽ ഏറ്റവും പൂർണ്ണമായ മട്ടത്തിൽ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ നിർവഹിക്കുവാൻ റഹ്മാനായ തമ്പുരാൻ മതിയായ ഈമാനും ഇൽമും തൗഫീഖും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، وأتم اللهم العافية علينا، وبارك لنا في أرزاقنا وأزواجنا وذرياتنا. اللهم وفق رئيس الدولة ونوابه إخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وغفرانك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اغثنا، اللهم اغثنا، اللهم اغثنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واقم الصلاة.